ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേര് ഫർഹാന എന്നാണ്. കുടുംബത്തിലെ ദാരിദ്ര്യം കാരണം ഒരു കോൾ സെന്ററിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു വിവാഹിതയായ മുസ്ലിം പെൺകുട്ടിയുടെ കഥയാണിത്. എന്നാൽ അവിടെ കസ്റ്റമർ കോളുകൾക്ക് പുറമെ അപകടകരമായ പലതും നടക്കുന്നുണ്ടായിരുന്നു. പാവപ്പെട്ട ഫർഹാനയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ ഫർഹാന എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. ഫർഹാന വിവാഹിതയാണെന്നും അവളുടെ ഭർത്താവിന്റെ പേര് കരീം എന്നാണെന്നും നമുക്ക് മനസ്സിലാകുന്നു. ഫർഹാനയ്ക്ക് 3 കുട്ടികളുണ്ട്. അതിൽ 2 കുട്ടികൾ സ്കൂളിൽ പോകുന്നു. അവൾക്കൊരു ചെറിയ മകളുമുണ്ട്. ഫർഹാനയുടെ പിതാവിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഒരു പഴയ ചെരുപ്പ് കട നടത്തുകയാണ്. അത് മുൻപ് വളരെ നന്നായി നടന്നിരുന്നു. എപ്പോഴും ഉപഭോക്താക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ കടയിലെ വരുമാനം കൊണ്ടാണ് അദ്ദേഹം ഫർഹാനയുടെയും അവളുടെ 2 സഹോദരിമാരുടെയും വിവാഹം നടത്തിയത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ കട തീരെ നടക്കുന്നില്ല. വീട്ടു ചെലവുകൾ നടത്താനും ബുദ്ധിമുട്ടാണ്. ഇവിടെ ഫർഹാനയുടെ ഭർത്താവായ കരീം ഫർഹാനയോടൊപ്പം അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവൻ തന്റെ അമ്മായിയപ്പനോട് കുറച്ച് പണം കടം വാങ്ങാമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അമ്മായിയപ്പൻ അതിന് സമ്മതിക്കുന്നില്ല, വ്യക്തമായി നിരസിക്കുന്നു. അപ്പോൾ ഫർഹാന അവളുടെ അബ്ബുവിന്റെ, അതായത് പിതാവിന്റെ അടുത്തേക്ക് പോവുകയും അബ്ബു, എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഫർഹാനയുടെ പിതാവ് ഒരു യാഥാസ്ഥിതിക ചിന്താഗതിക്കാരനാണെന്നും പണം സമ്പാദിക്കുന്നത് പുരുഷന്മാരുടെ മാത്രം ജോലിയാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നതായും ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ഫർഹാന അബ്ബുവിനോട് ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അവളെ നേരിട്ട് വിലക്കുന്നത്. എന്തായാലും ഫർഹാന വിഷമിക്കുന്നുണ്ട്. അന്ന് രാത്രി അവൾ കരീമിനൊപ്പം അവളുടെ സുഹൃത്തിന്റെ വിവാഹത്തിന് പോകുന്നു. അവിടെ ഫർഹാനയുടെ സുഹൃത്ത് ഒരു ക്രിസ്ത്യാനിയാണെന്നും അവളുടെ വിവാഹത്തിന് വലിയ ആളുകൾ വന്നിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാകുന്നു. വിവാഹത്തിനിടയിൽ ഫർഹാന നിത്യ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ഇരുവരും സംസാരിക്കുമ്പോൾ നിത്യ തന്റെ കമ്പനിയുടെ കാർഡ് ഫർഹാനയ്ക്ക് നൽകുകയും നാളെ തങ്ങളുടെ കമ്പനിയിൽ ഇന്റർവ്യൂ ഉണ്ടെന്നും വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാമെന്നും പറയുന്നു. ഇതിനുശേഷം ഫർഹാന വീട്ടിൽ പോയി അബ്ബുവിനോടും ഭർത്താവിനോടും ജോലിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയോ അവൾ ഇരുവരെയും സമ്മതിപ്പിക്കുകയും അടുത്ത ദിവസം ഇന്റർവ്യൂവിന് പോവുകയും ചെയ്യുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഫർഹാന കരീമിനോട് തനിക്ക് ജോലി ലഭിച്ചെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇത് കേട്ട് കരീം വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഫർഹാന ഒരു കോൾ സെന്ററിലാണ് ജോലി ചെയ്യുന്നതെന്നും അവിടെ അവൾക്ക് ഉപഭോക്താക്കളെ വിളിച്ച് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വിൽക്കണമെന്നും നമുക്ക് മനസ്സിലാക്കുന്നു. അവൾ ഓഫീസിൽ തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവളുടെ ഡിപ്പാർട്ട്മെന്റിന് പുറമെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റും അവിടെയുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ വളരെ സമ്പന്നരാണ്. ഫർഹാന ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അവളുടെ സുഹൃത്തും അതേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവളുമായ നിത്യ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുന്നു. മറുവശത്ത് ഫർഹാന തന്റെ ഡിപ്പാർട്ട്മെന്റിൽ വളരെ നന്നായി ജോലി ചെയ്യുന്നു. അവൾ ഒന്നിനു പുറകെ ഒന്നായി തന്റെ ടാർഗറ്റുകൾ പൂർത്തിയാക്കുന്നു. അതുമൂലം അവളുടെ ശമ്പളം വർദ്ധിക്കാൻ തുടങ്ങുന്നു. അവൾ പതിയെ വീട്ടിലെ എല്ലാ കടങ്ങളും വീട്ടുന്നുണ്ട്. ഈ സമയത്ത് നിത്യയുടെ ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ നല്ലതാണെന്ന് അവൾക്ക് തോന്നുന്നു. കാരണം അവൾക്ക് കൂടുതൽ പണം ലഭിക്കുന്നുണ്ട്. അതിനാൽ നിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാൻ എന്നെ സഹായിക്കണമെന്ന് അവൾ നിത്യയോട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ നിത്യ ഓരോ തവണയും അവളെ നിരസിക്കുകയും ഫർഹാന, ഈ ജോലി നിനക്ക് പറ്റില്ല, നീ ഇപ്പോൾ ഉള്ളിടം തന്നെയാണ് നിനക്ക് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു. ഫർഹാനയുടെ ചെറിയ മകൾക്ക് അസുഖം ബാധിച്ചതിനാൽ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവളുടെ മകളുടെ ശ്വാസകോശത്തിൽ പ്രശ്നമുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഡോക്ടർമാർ അവളോട് പറയുന്നു, നിങ്ങളുടെ മകളുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തണം, അതിന് ധാരാളം പണം ചിലവാകുമെന്ന്. ഫർഹാനയുടെ കുടുംബത്തിന്റെ കയ്യിൽ ചികിത്സയ്ക്കുള്ള മുഴുവൻ പണവുമില്ല. അതിനാൽ അവർ കുറച്ചു പണം കടം വാങ്ങി ആശുപത്രിയിൽ അടയ്ക്കുന്നു. അങ്ങനെ ഫർഹാനയുടെ മകളുടെ ഓപ്പറേഷൻ നടക്കുന്നു. ഇതിനുശേഷം അവൾ നേരെ നിത്യയുടെ അടുത്തേക്ക് പോവുകയും എന്ത് തന്നെയായാലും എനിക്ക് നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്നു. നിത്യ വീണ്ടും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഫർഹാന, ഈ ജോലി നിനക്ക് പറ്റില്ല എന്ന് പറയുന്നു. എന്നാൽ ഫർഹാനയുടെ നിർബന്ധത്തിന് വഴങ്ങി നിത്യ അവളെ തന്റെ ബോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ബോസ് നിത്യയോട് ചോദിക്കുന്നു, നീ ഫർഹാനയോട് എല്ലാം പറഞ്ഞോ? നമ്മൾ ഇവിടെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന്? അപ്പോൾ നിത്യ, അതെ, ഞാൻ അവളോട് എല്ലാം പറഞ്ഞു എന്ന് മറുപടി പറയുന്നുണ്ട്. ഫർഹാന ഒരാഴ്ചത്തേക്ക് ജോലി ചെയ്യണമെന്നും അതിനുശേഷം അവൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കണമെന്നും നിത്യയുടെ ബോസ് തീരുമാനിക്കുന്നു. നിത്യ ഫർഹാനയെ ജോലി ചെയ്യാൻ പഠിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി അവൾ ഒരു ഉദാഹരണം കാണിക്കുന്നുണ്ട്. ഒരു കസ്റ്റമറുടെ കോൾ വരുമ്പോൾ നിത്യ അയാളോട് വളരെ ലൈംഗിക ചുവയോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിലെ പെൺകുട്ടികൾ കസ്റ്റമേഴ്സുമായി ഫ്ലോട്ടി ചാറ്റുകൾ, അതായത് കൊഞ്ചിക്കൊഴിഞ്ഞുള്ള സംസാരം നടത്താറുണ്ടെന്നും ഇതാണ് അവരുടെ ജോലിയെന്നും അവൾ ഫർഹാനയെ മനസ്സിലാക്കിക്കുന്നു. ഇതെല്ലാം കേട്ട് ഫർഹാന ഞെട്ടിപ്പോകുന്നു. അവൾ നിത്യയോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനത്തെ വൃത്തികെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന എന്ത് തരം കസ്റ്റമർ ആണിത്?
അതിന് നിത്യ മറുപടി പറയുന്നു, ഇതൊരു സേവനമാണ്, ഇത് അവരുടെ ആവശ്യമാണ്, നമ്മൾ അവരുടെ ആവശ്യം നിറവേറ്റുന്നു, ഇതിൽ അവരുടെ തെറ്റുമില്ല, നമ്മുടെ തെറ്റുമില്ല. ഫർഹാന നിശബ്ദയാകുന്നു. അവളുടെ നിസ്സഹായാവസ്ഥ കാരണം അവൾ ഈ ജോലി ചെയ്യാൻ തയ്യാറാകുന്നു. മനസ്സില്ലാ മനസ്സോടെ അവൾ കസ്റ്റമറുമായി വൃത്തികെട്ട സംഭാഷണങ്ങൾ നടത്തുന്നു. ഈ ജോലിക്കിടയിൽ അവൾ ഒരാളുമായി സംസാരിക്കുന്നു. അയാളെ അവൾക്ക് ഇഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ അവളോട് നോട്ടി ടോക്സ് നടത്തുന്നില്ല, മറിച്ച് തന്റെ കവിതകൾ ചൊല്ലിക്കേൽപ്പിക്കുന്നു. ഇവിടെ ഫർഹാന ഈ മനുഷ്യനോട് തന്റെ പേര് ഇഷ എന്നാണ് പറയുന്നത്. കാരണം ഈ കമ്പനിയുടെ നിയമം അനുസരിച്ച് ഒരു പെൺകുട്ടിയും തന്റെ യഥാർത്ഥ പേര് കസ്റ്റമർമാരോട് പറയാൻ പാടില്ല. ഫർഹാന ആവർത്തിച്ച് അയാളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. മറുവശത്ത് ആ മനുഷ്യൻ കോൾ ചെയ്യുമ്പോഴെല്ലാം ഇഷയോട് മാത്രം, അതായത് ഫർഹാനയോട് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓഫീസിൽ എല്ലാ പെൺകുട്ടികളുടെയും കോളുകൾ നിരീക്ഷിക്കുന്ന മറ്റൊരാളുണ്ട്. ഈ വ്യക്തി ഫർഹാനയുടെ കോളുകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. ഫർഹാന ഈ മനുഷ്യനുമായി ധാരാളം സംസാരിക്കുന്നു. അവളുടെ ശമ്പളവും വർദ്ധിക്കാൻ തുടങ്ങുന്നു. കാരണം കൂടുതൽ നേരം സംസാരിക്കുന്നതിന് കൂടുതൽ പണം എന്നതാണ് കമ്പനിയുടെ പോളിസി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫർഹാന ആ മനുഷ്യനോട് പറയുന്നു, ഞാൻ നാളെ മുതൽ ഈ ജോലിക്ക് വരുന്നില്ല, ഞാൻ എന്റെ മറ്റേ ജോലിക്ക് പോവുകയാണെന്ന്. എന്നാൽ ആ മനുഷ്യൻ അവളോട് പറയുന്നു, ഇഷ, നിന്റെ സംസാരം കേട്ടാൽ മാത്രമേ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കൂ, ദയവായി പോകരുത്. ഇതിനുശേഷം ഫർഹാന നിത്യയുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി തുടരാൻ തീരുമാനിക്കുന്നു. ജോലി ചെയ്യുന്നതിനിടയിൽ ആ മനുഷ്യന്റെ കോൾ വീണ്ടും വരുമ്പോൾ അവൾ ആലോചിക്കാതെ കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. ഫർഹാന ആ മനുഷ്യനുമായി സംസാരിക്കുമ്പോൾ അവളുടെ വായിൽ നിന്ന് പെട്ടെന്ന് അസ്തഗ്ഫിറുള്ള, അതായത് ദൈവത്തോട് പാപമോചനം തേടുന്നു എന്നർത്ഥം വരുന്ന അറബി വാക്ക് എന്ന് വരുന്നു. ഇത് കേട്ടയുടൻ ആ മനുഷ്യൻ അവളോട് ചോദിക്കുന്നു, ഇഷ, നീ മുസ്ലിമാണോ? അവൾ അതെ എന്ന് പറയുന്നു. അപ്പോൾ ആ മനുഷ്യൻ അവളോട് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു സമ്മാനം തരാൻ ആഗ്രഹിക്കുന്നു. ഇതിന് ഫർഹാന ഇഷയായി മറുപടി നൽകുന്നു, ഞങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് നൽകാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പാവപ്പെട്ടയാൾക്ക് ദാനം നൽകുക, അത് തന്നെയായിരിക്കും എന്റെ സമ്മാനം. അടുത്ത ദിവസം ഫർഹാന ഒരു ഭിക്ഷക്കാരന് ദാനം നൽകുമ്പോൾ ആ ഭിക്ഷക്കാരന്റെ കയ്യിൽ ഇഷ എന്ന് എഴുതിയ ഒരു സമ്മാനം കാണുന്നു. അവൾ അത്ഭുതത്തോടെ ഭിക്ഷക്കാരനോട് ചോദിക്കുന്നു, ഇതാരാണ് നിങ്ങൾക്ക് തന്നത്? ഭിക്ഷക്കാരൻ മറുപടി പറയുന്നു, ആരോ ഇവിടെ വെച്ചിട്ട് പോയി, ഇഷ എന്ന പേരുള്ള ഒരു പെൺകുട്ടി വരുമ്പോൾ അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ഫർഹാന ഈ സമ്മാനം കണ്ടയുടൻ അവളുടെ കണ്ണുകൾ നിറയുന്നു. അതിനുശേഷം അവൾ വേഗം വീട്ടിലേക്ക് പോവുകയും ആ സമ്മാനം തുറന്നു നോക്കുകയും ചെയ്യുന്നു. അവൾ സമ്മാനം തുറക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ചെറിയ മ്യൂസിക് പ്ലെയർ കാണുന്നു. അത് കവിത വായിക്കുന്നുണ്ട്. ആ മനുഷ്യൻ തന്നെയാണ് തനിക്കായി അവിടെ സമ്മാനം വെച്ചതെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അടുത്ത ദിവസം മുതൽ ഫർഹാനയ്ക്ക് ആ മനുഷ്യന്റെ കോൾ വരുന്നില്ല. ഓഫീസിൽ ഫർഹാനയ്ക്ക് നിരവധി കസ്റ്റമർമാരുടെ കോളുകൾ വരുന്നു. എന്നാൽ അവൾ എല്ലാ കോളുകളും കട്ട് ചെയ്യുന്നു. അവൾ ആ മനുഷ്യന്റെ കോളിനായി മാത്രം കാത്തിരിക്കുന്നു. ഇതിനിടയിൽ അവൾ സോഫിയ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും അവളിൽ നിന്ന് തന്റെ ആദ്യത്തെ മൊബൈൽ വാങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷം അവൾ പത്രം വായിക്കുമ്പോൾ ഒരു സംഗീതജ്ഞൻ വിഷാദം മൂലം ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇത് കണ്ടയുടൻ ഫർഹാനയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങുന്നു. കഴിഞ്ഞ 4 ദിവസമായി അയാളുടെ ഒരു കോൾ പോലും വരാത്തതിനാൽ അവൾക്കുടൻ തന്നെ ആ മനുഷ്യനെ ഓർമ്മ വരുന്നു. അപ്പോൾ ഫർഹാന പോളിസിക്ക് വിരുദ്ധമായി നിത്യയോട് അയാളുടെ വിലാസത്തിൽ പോയി പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവർ രണ്ടുപേരും അയാളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യന്റെ കോൾ വരുന്നു. ഫർഹാന അയാളുടെ ശബ്ദം കേട്ടയുടൻ ദേഷ്യത്തോട് ചോദിക്കുന്നു, നിങ്ങൾ ഇത്രയും ദിവസമായി എന്തുകൊണ്ട് വിളിച്ചില്ല? എന്റെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളാണ് വന്നതെന്ന് അറിയാമോ? അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, എനിക്കറിയാം ഇഷ, നീ എനിക്ക് വേണ്ടി വിഷമിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ ഫോൺ കേടായിരുന്നു. അപ്പോൾ ഫർഹാന അയാളോട് പറയുന്നു, എനിക്ക് നിങ്ങളെ കാണണം. നാളെ നിങ്ങൾക്കോ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ കാണാതെ ഈ ലോകം വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഈദ് ദിവസം കാണാമെന്ന് അവൾ പറയുന്നു. ആ മനുഷ്യൻ തന്റെ പേര് ദയ എന്നാണെന്ന് പറയുന്നുണ്ട്. മറുവശത്ത് കോളുകൾ നിരീക്ഷിക്കുന്ന ആൾ ഇതെല്ലാം കേൾക്കുന്നു. ഫർഹാന പോളിസി ലംഘിച്ചുവെന്ന് ബോസിനോട് പരാതിപ്പെടണമെന്ന് അയാൾ ആലോചിക്കുന്നു. ഈദ് ദിവസം വന്നെത്തുന്നു. ഫർഹാന വളരെ സ്നേഹത്തോടെ ദയയ്ക്കായി ബിരിയാണി ഉണ്ടാക്കുകയും അയാളെ കാണാൻ പുറപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ വഴിയിൽ കരീം അവളെ കാണുന്നു. അവൻ ഉടനെ അവളെ സംശയിക്കാൻ തുടങ്ങുകയും അവളെ പിന്തുടരുകയും ചെയ്യുന്നു. മറുവശത്ത് ഫർഹാനയുടെ ഓഫീസിലെ അവളെ നിരീക്ഷിക്കുന്ന ആ വ്യക്തിയും മെട്രോയിൽ പോകുന്നു. കാരണം ഫർഹാന ഏത് പുരുഷനെയാണ് കാണാൻ പോകുന്നതെന്ന് അവൻ കാണാൻ ആഗ്രഹിക്കുന്നു. ഫർഹാന മെട്രോ സ്റ്റേഷനിൽ ദയയെ കാത്തു നിൽക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം ദയ മെട്രോയിൽ നിന്നിറങ്ങുമ്പോൾ ഫർഹാനയ്ക്ക് നിത്യയുടെ ഒരു അപ്രതീക്ഷിത കോൾ വരുന്നു. സോഫിയ പോളിസിക്ക് വിരുദ്ധമായി ഒരു കസ്റ്റമറുമായി കൂടുതൽ അടുത്തിടപഴകിയെന്നും ഈ കാര്യം അവളുടെ കാമുകൻ അറിഞ്ഞെന്നും നിത്യ അവളെ അറിയിക്കുന്നു. ഇന്നലെ അവൾ കാമുകനെ കാണാൻ പോയപ്പോൾ അവൻ തന്റെ സുഹൃത്തുക്കളെയും വിളിച്ചിരുന്നു. ആ രാത്രി അവൾക്ക് സംഭവിച്ചതിനു ശേഷം സോഫിയ ജീവനോടെ തിരിച്ചു വന്നില്ല. ഇത് കേട്ട് ഫർഹാനയുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി.
അവളുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രം ചുറ്റിത്തിരിയുന്നു. തന്റെ അവസ്ഥയും സോഫിയയെ പോലെ ആകുമോ എന്നവൾ ചിന്തിക്കുന്നു. അവളുടെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങുന്നു. അവൾ ബിരിയാണിയുടെ പാത്രം മെട്രോ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് ഒന്നും ആലോചിക്കാതെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. അവൾ വീട്ടിലെത്തുമ്പോൾ വീടിന് പുറത്ത് പോലീസുകാർ നിൽക്കുന്നത് കാണുന്നുണ്ട്. അവൾക്ക് വളരെയധികം ഭയം തോന്നുന്നു. അപ്പോൾ ഒരു പോലീസുകാരൻ അവളോട് ചോദിക്കുന്നു, നിനക്ക് സോഫിയയെ അറിയാമോ? ഫർഹാന പരിഭ്രമത്തോടെ പറയുന്നു, അതെ. പക്ഷെ എന്തുപറ്റി? പോലീസുകാരൻ അവളെ ഒരു രേഖ കാണിച്ചിട്ട് പറയുന്നു, സോഫിയ നിന്റെ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് അവളുടെ സിം വാങ്ങിയത്. ഇനി ഞങ്ങൾക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതെല്ലാം കേട്ട് ഫർഹാന ആകെ തകർന്നു പോകുന്നു. വല്ലാതെ ഭയപ്പെടുന്നുമുണ്ട്. ഇതെല്ലാം സംഭവിച്ചതിനു ശേഷം അവൾ നിത്യയെ വിളിച്ച് ഞാൻ ഇനി ഈ ജോലി ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പോൾ കരീം അവളോട് പറയുന്നു, നീ പെട്ടെന്ന് ഓഫീസിൽ പോകാതിരുന്നാൽ നീ എന്തോ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ജോലിക്ക് വരാത്തതെന്ന് എല്ലാവരും കരുതും. പക്ഷെ നീ വീണ്ടും ഓഫീസിൽ പോയാൽ സംഭവിച്ചതിലൊന്നും നിന്റെ തെറ്റില്ലെന്ന് ആളുകൾക്ക് മനസ്സിലാകും. ഇത് കേട്ട് ഫർഹാന ആലോചനയിലാകുന്നു. അടുത്ത ദിവസം വീണ്ടും ഓഫീസിലേക്ക് പോകുന്നു. ഫർഹാന ഓഫീസിൽ എത്തുമ്പോൾ അവിടെ ഒരു പ്രത്യേക ക്ലാസ് നടക്കുന്നത് കാണുന്നു. ഒരു സീനിയർ മാഡം എല്ലാ പെൺകുട്ടികളോടും എപ്പോഴും ഒരു പെപ്പർ സ്പ്രേ കയ്യിൽ കരുതണമെന്നും ഒരു കസ്റ്റമറുമായും വൈകാരികമായി അടുക്കരുതെന്നും പറയുന്നു. ഇതെല്ലാം കേട്ട് ഫർഹാന തന്റെ സീറ്റിൽ പോയി മിണ്ടാതിരിക്കുന്നു. അവൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ദയയുടെ കോൾ വരുന്നു. അവൻ അവളോട് ചോദിക്കുന്നു, ഇഷ, നീ എന്തുകൊണ്ടാണ് എന്നെ കാണാൻ വരാതിരുന്നത്? എന്നാൽ ഇപ്പോൾ ഫർഹാന അയാളോട് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ദയ ഒരു അപരിചിതൻ എന്ന പോലെയാണ് അവൾ കാണുന്നത്. ഇതെല്ലാം കണ്ട് ദയ കുറച്ചുനേരം മിണ്ടാതിരുന്ന ശേഷം കോൾ കട്ട് ചെയ്യുന്നു. ദിവസങ്ങൾ പലതും കടന്നുപോകുന്നു. ദയ വീണ്ടും വിളിക്കുന്നില്ല. ഫർഹാന മറ്റാളുകളുടെ കോളുകൾക്കും മറുപടി നൽകുന്നില്ല. ഇതെല്ലാം കണ്ട് അവളുടെ ബോസ് ദേഷ്യത്തിൽ അവളെ ശകാരിക്കാൻ തുടങ്ങുന്നു. അയാൾ അവളോട് പറയുന്നു, ഫർഹാന, നീ ഇങ്ങനെ കസ്റ്റമർമാരോട് സംസാരിച്ചാൽ നിന്റെ ടാർഗറ്റ് എങ്ങനെ നേടും? ജോലിയിൽ കുറച്ച് ശ്രദ്ധിക്കും. ഇതിനുശേഷം അവൾ വീണ്ടും ജോലിയിൽ മുഴുകുന്നു. ഒരു ദിവസം പെട്ടെന്ന് ദയയുടെ കോൾ വരുന്നു. അവൻ അവളോട് പറയുന്നു, എനിക്ക് നിന്റെ യഥാർത്ഥ പേരറിയാം. എനിക്കിപ്പോൾ നിന്റെ വീടിന്റെയും ഓഫീസിന്റെയും വിലാസം അറിയാം. ഇതെല്ലാം കേട്ട് ഫർഹാനയ്ക്ക് വലിയ ഞെട്ടലുണ്ടാകുന്നു. ദയ ചിരിക്കാൻ തുടങ്ങിയിട്ട് അവളോട് പറയുന്നു, ഇനി ഞാൻ നിന്നെ അപകീർത്തിപ്പെടുത്തും, കണ്ടോ? ഫർഹാന കൂടുതൽ ഭയപ്പെടുന്നു. എന്തു ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ ഉടൻ വീട്ടിലേക്ക് പോകുന്നു. അന്ന് രാത്രി അവളുടെ വീട്ടിൽ ഇഷ എന്ന പേരിൽ ഒരു പാഴ്സൽ വരുന്നു. ഈ പാഴ്സൽ കരീം കാണുകയും ഡെലിവറി ബോയോട് വിലാസം ശരിയാണ്, പക്ഷെ ഇവിടെ ഇഷ എന്ന പേരിൽ ആരും താമസിക്കുന്നില്ല എന്ന് പറയുന്നു. ഫർഹാനയും ഇതെല്ലാം കാണുന്നു. അതിനാൽ അവൾക്ക് വല്ലാത്ത പരിഭ്രമം തോന്നുന്നു. ദയ ഇപ്പോൾ തന്റെ വീട് വരെ എത്തിയെന്ന് അവൾ ചിന്തിക്കുന്നു. ഇതിനുശേഷം എങ്ങനെയോ ധൈര്യം സംഭരിച്ച് അടുത്ത ദിവസം അവൾ ഓഫീസിൽ പോകുന്നു. അവളുടെ അടുത്ത് ദയയുടെ കോൾ വീണ്ടും വരുന്നു. ഇത്തവണ അവൾ ദേഷ്യത്തോടെ അവനോട് പറയുന്നു, നീ എന്നെ വീണ്ടും വിളിച്ചാൽ ഞാൻ നേരെ പോലീസിൽ പരാതിപ്പെടും. എന്നാൽ ദയ ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നു, അതെ, പോയി പോലീസിൽ പരാതി കൊടുക്കുക. എന്റെ കയ്യിൽ നിന്റെ എല്ലാ കോൾ റെക്കോർഡ്സും ഉണ്ട്. പോലീസ് വരുമ്പോൾ ഞാൻ ഈ റെക്കോർഡുകൾ അവർക്ക് കൊടുക്കും. അപ്പോൾ നിന്റെ വീട്ടുകാരും പുറത്തുള്ളവരും നീ എങ്ങനത്തെ ജോലിയാണ് ചെയ്യുന്നതെന്ന് അറിയും. ഇതെല്ലാം കേട്ട് ഫർഹാന ആകെ ഭയന്നു പോകുന്നു. ദയ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നീ എന്നെ കാണാൻ വരുന്നത് വരെ ഞാൻ നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അവൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ദയ അവളെ പിന്തുടരുന്നു. എന്നാൽ അവൾ വളരെ തന്ത്രപരമായി മെട്രോയിൽ കയറി ദയയെ കബളിപ്പിക്കുന്നു. അപ്പോഴാണ് ദൂരെ നിന്ന് അവളെ നോക്കുന്ന തന്റെ ഭർത്താവ് കരീമിനെ അവൾ കാണുന്നത്. ഇതിനുശേഷം അവൾ ദേഷ്യത്തിൽ വീട്ടിൽ വന്ന് കരീമിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടോ? അതിന് കരീം മറുപടി നൽകുന്നു, എനിക്ക് നിന്നെ സംശയമില്ല. നീ വലിയൊരു കുഴപ്പത്തിൽ പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഇനി മുതൽ ഞാൻ നിന്നെ എല്ലാ ദിവസവും ഓഫീസിൽ കൊണ്ടുപോയി വിടാം. ഫർഹാന ഒന്നും പറയുന്നില്ല. അടുത്ത ദിവസം മുതൽ കരീം അവളുടെ സുരക്ഷയ്ക്കായി അവളെ ഓഫീസിൽ കൊണ്ടുവിടാൻ തുടങ്ങുന്നു. ഇവിടെ ഫർഹാനയെ നിരീക്ഷിക്കുന്ന ഓഫീസ് ജീവനക്കാരൻ ഒരു വലിയ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. അവൻ ദയയുടെ കോൾ ഫർഹാനയുടെ അടുത്തേക്ക് എത്തുന്നതിന് പകരം മറ്റു പെൺകുട്ടികളുടെ അടുത്തേക്ക് തിരിച്ചുവിടുന്നു. മറുവശത്ത് ദയ ഫർഹാനയുടെ ഓഫീസിനടുത്ത് വരുമ്പോൾ കരീം എല്ലാ ദിവസവും ഫർഹാനയെ കൊണ്ടുവിടുകയും കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് കാണുന്നു. ഇത് കണ്ട് അവന് കൂടുതൽ ദേഷ്യം വരുന്നു. അവൻ തന്റെ കാർ കൊണ്ട് കരീമിനെ ഇടിച്ചു വീഴ്ത്തുന്നു. എന്നിട്ട് അവൻ കരീമിന്റെ ഫോൺ എടുത്ത് ഫർഹാനയെ വിളിച്ചു പറയുന്നു, നിന്റെ ഭർത്താവിന് അപകടം പറ്റി. ഞാൻ തന്നെയാണ് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. ഇത് കേട്ട് ഫർഹാന പരിഭ്രാന്തയായി വേഗം ആശുപത്രിയിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ കരീം പൂർണ്ണ ആരോഗ്യവാനാണെന്നും അവന്റെ കാലിൽ ഒരു ചെറിയ മുറിവ് മാത്രമേയുള്ളൂവെന്നും അവൾ കാണുന്നു. അന്ന് രാത്രി ദയ വീണ്ടും ഫർഹാനയെ വിളിച്ചു പറയുന്നു, നീ എന്നെ കാണാൻ വരുമോ, അതോ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരണോ? ഇപ്പോൾ ഞാൻ നിന്റെ വീടിനടുത്താണ്. ഇതിന് ഫർഹാന ദേഷ്യത്തിൽ പറയുന്നു, ദയ, ഞാൻ തന്നെ നിന്നെ കാണാൻ വരാം. ഇപ്പോൾ നീ ഇവിടെ നിന്ന് പോകൂ. അതിനുശേഷം അവൾ കരീമിന് ചായ കൊടുക്കാൻ പോകുന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നു. എന്നാൽ ഭയന്ന് ഓടിപ്പോകുന്ന ശരിയല്ലെന്ന് അവൾ ചിന്തിക്കുന്നു. ഞാനിപ്പോൾ ദയയെക്കുറിച്ച് എല്ലാം കണ്ടുപിടിക്കും.
ഇതിൽ നിന്ന് പുറത്തു കടക്കും എന്ന് അവൾ സ്വയം പറയുന്നു. അതിനുശേഷം അവൾ ദയ നൽകിയ സമ്മാനം എടുത്ത് ആ സമ്മാനം വാങ്ങിയ കടയിൽ പോകുന്നു. അവിടെ നിന്ന് ദയയുടെ വിലാസം കണ്ടെത്തുന്നു. അവൾക്ക് ദയയുടെ വിലാസം ലഭിക്കുന്നുണ്ട്. അപ്പോഴാണ് ദയ ഒരു മോളിൽ പോയി തന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിത്യയിൽ നിന്ന് അവൾ അറിയുന്നത്. സമയം പാഴാക്കാതെ അവൾ ഉടൻ ആ മോളിലേക്ക് പോകുന്നു. മോളിൽ ചെന്നിട്ട് അവൾ നിത്യയെ ഫോണിൽ വിളിച്ചു പറയുന്നു, നീ ഉടൻ ദയയെ വിളിക്കാം, അവൻ ഏത് കടയിലാണെന്ന് എനിക്കറിയണം. നിത്യ ദയയെ വിളിച്ചയുടൻ ഫർഹാന ദയയെ കാണുന്നു. അവൾ ബുർക്ക ധരിച്ച് അവന്റെ ഫോൺ മോഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ ദയ അവളുടെ കയ്യിൽ പിടിക്കുന്നു. ദയ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയുടൻ അത് ഫർഹാനയാണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ ഫർഹാനയുടൻ ദയയുടെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിക്കുകയും ദയയുടെ ഫോൺ തട്ടിയെടുത്ത് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. ഓടി അവൾ ഒരു മൊബൈൽ കടയിൽ ചെന്ന് ദയയുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ദയ തന്റെ ലാപ്ടോപ്പിൽ നിന്ന് ഫോണിന്റെ ആക്സസ് എടുത്ത് എല്ലാ ഫോൾഡറുകളും ഡിലീറ്റ് ചെയ്യുന്നു. അതുമൂലം ഫർഹാനയുടെ കയ്യിൽ ഒരു തെളിവും ലഭിക്കുന്നില്ല. ഇതിനുശേഷം വിഷമത്തോടെ അവൾ വീട്ടിലേക്ക് പോകുന്നു. ദയ അവളെ വീണ്ടും വിളിച്ച് മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങുന്നു. അവന്റെ ഫോൺ ചിലപ്പോൾ ഫർഹാനയുടെ ഫോണിലേക്കും ചിലപ്പോൾ കരീമിന്റെ ഫോണിലേക്കും വരുന്നു. ഇതെല്ലാം കാരണം അവൾ ദയയെ കണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനുശേഷം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈദ് ദിവസം ദയ ഫർഹാനയെ മെട്രോ സ്റ്റേഷനിൽ കാത്തിരിക്കുമ്പോൾ ഫർഹാനയെ പോലെ മറ്റൊരു പെൺകുട്ടിയെ അവൻ കാണുന്നു. ദയ ആ പെൺകുട്ടിയെ വിളിക്കുമ്പോൾ ആ പെൺകുട്ടി ദേഷ്യത്തിൽ അവനെ തല്ലുന്നു. ഇതുമൂലം ദയയ്ക്ക് പരസ്യമായി വലിയ നാണക്കേടുണ്ടായി. ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും അവനെ തുറച്ചു നോക്കാൻ തുടങ്ങി. അന്നു മുതൽ താൻ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടതുപോലെ ഫർഹാനയെയും അപമാനിക്കുമെന്ന് ദയയുടെ മനസ്സിൽ ഉറച്ചു. രംഗം വർത്തമാനകാലത്തേക്ക് വരുന്നു. ദയ ഫർഹാനയെ തന്റെ വീട്ടിലേക്ക് വിളിക്കുന്നതിന് മുൻപ് ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. അവൻ കരീമിനെ വിളിച്ചു പറയുന്നു, നിന്റെ ഭാര്യ എന്റെ വീട്ടിലുണ്ട്, വന്ന് കണ്ടോളൂ. ഫർഹാന നിവൃത്തിയില്ലാതെ ദയയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ദയ അവളോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. അവൻ അവളോട് പറയുന്നു, ഞാൻ നിന്നെ കുറിച്ച് എത്ര സ്വപ്നങ്ങൾ കണ്ടിരുന്നു, എന്നാൽ നീ ഒറ്റ നിമിഷം കൊണ്ട് എന്റെ എല്ലാ സ്വപ്നങ്ങളിലും വെള്ളമൊഴിച്ചു. അവൻ തുടർന്ന് പറയുന്നു, നീ അന്ന് എന്നെ കാണാൻ വന്നിരുന്നെങ്കിൽ നമുക്കിടയിൽ ഈ അകൽച്ച ഉണ്ടാകുമായിരുന്നില്ല. അവർ ഇരുവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരീം ദയയുടെ വീട്ടിലേക്ക് വരുന്നു. അവൻ ഫർഹാനയെ കാണുകയും വലിയ ഞെട്ടലുണ്ടാകുകയും ചെയ്യുന്നു. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഫർഹാന കരീമിന് ചായ കൊടുക്കുമ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് ചായ ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്ന് വഴുതി താഴെ വീഴുകയും അവൾ കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ കരീം അവളോട് ചോദിക്കുന്നു, എന്തുപറ്റി, നീ എന്താ എത്ര വിഷമിച്ചിരിക്കുന്നത്? ഫർഹാന ധൈര്യം സംഭരിച്ച് എല്ലാ കാര്യങ്ങളും അവനോട് പറയുന്നു. അവൾ പറയുന്നുണ്ട്, ദയ എന്നെ പിന്തുണച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ജോലിയിൽ തുടരാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ വളരെ മോശമായി സംസാരിക്കുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ ദയ തന്റെ യഥാർത്ഥ വൃത്തികെട്ട മുഖം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് കരീമിനോട് തന്നെയും ദയയെയും കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. കരീം അവളുടെ വാക്കുകൾ മനസ്സിലാക്കുകയും എനിക്കൊരു പോലീസ് ഓഫീസറെ അറിയാം, നിൽക്ക്, അയാളോട് സംസാരിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു. കരീം ആ ഓഫീസറോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. മറുവശത്ത് ഫർഹാന തന്റെ ഓഫീസിലെ ആൺകുട്ടിയെ വിളിച്ച് ദയക്കെതിരെ കിട്ടുന്ന എല്ലാ തെളിവുകളും, അതായത് അവന്റെ ഫോൺ കോൾ റെക്കോർഡിങ്ങുകൾ പോലുള്ളവ എടുക്കാൻ പറയുന്നു. ആ കുട്ടി അതുപോലെ ചെയ്യുകയും എല്ലാ തെളിവുകളും ഫർഹാനയ്ക്ക് നൽകുകയും ചെയ്യുന്നു. ഫർഹാന എല്ലാ തെളിവുകളും പോലീസിന് നൽകുന്നു. കഥ വർത്തമാന കാലത്തേക്ക് വരുന്നു. പോലീസുകാർ എല്ലാ തെളിവുകളുമായി ദയയുടെ വീട്ടിലെത്തി അവനെ അറസ്റ്റ് ചെയ്യുന്നു. ദയ ജയിലിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഫർഹാന അവനോട് പറയുന്നു, ആദ്യം നിങ്ങൾ എന്നോട് മധുരമായി സംസാരിച്ചു, ഇപ്പോൾ ഒടുവിൽ നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണിച്ചു. നിങ്ങളെക്കാൾ ഭേദം 5 മിനിറ്റ് വൃത്തികേടുകൾ സംസാരിച്ച് കോൾ കട്ട് ചെയ്യുന്നവരാണ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം രാവിലെ ഫർഹാന വീണ്ടും തന്റെ ഓഫീസിൽ പോകാൻ തുടങ്ങുന്നു. എന്നാൽ ഇത്തവണ അവൾ നിത്യയുടെ ഡിപ്പാർട്ട്മെന്റിലല്ല, പഴയ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. ഇതോടെ നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗുഡ് ബൈ.